പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടെക്പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്നലെ, അതായത് 13/9/2025 നടന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു എക്സാം അനാലിസിസും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് ശേഷം ഇനി എന്ത് അവസരമാണ് വരാനുള്ളത്, അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എക്സാം അനാലിസിസ് നോക്കിയാലോ? നോക്കാം. ഇപ്പൊ ഒന്നാമത്തെ മൊഡ്യൂൾ ഏതാണ്? അക്കൗണ്ടിങ് ആണ് അല്ലെ? അപ്പൊ അക്കൗണ്ടിങ്ങില 70% ഈസി ക്വസ്റ്റ്യനും 30% മോഡറേറ്റ് ക്വസ്റ്റ്യനും ആയിരുന്നു. അപ്പൊ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പോർഷൻ ഈസി ആയിരുന്നു. രണ്ടാമത്തെ മൊഡ്യൂളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 60% ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, 20% മോഡറേറ്റ് ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിട്ട് 20% ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ച് കൺസെപ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം നല്ല റീഡിംഗ് ഒക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തായിരുന്നു, കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് അതിനകത്തുനിന്ന് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അല്ലെ? അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ 60% ഈസി ആയിരുന്നു, 20% മോഡറേറ്റ് ആയിരുന്നു, 20% ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും നമ്മൾ മൊത്തത്തിൽ അതിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മോഡറേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനകത്ത് കുറെ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ്, നമ്മൾ നന്നായിട്ട് വായിച്ച് ഡെപ്തിൽ ഉള്ള നോളജ് വേണ്ടി വരുമായിരുന്നു. ഓക്കെ. മൂന്നാമത്തെ മൊഡ്യൂള് കോസ്റ്റ് അക്കൗണ്ട്. അപ്പൊ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കിയാൽ 50% ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, 30% മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, 20% ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ലെവലായിരുന്നു. നമ്മളിവിടെ ഡയറക്റ്റ് റീകാൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബേസിക് ന്യൂമറിക്കൽസ് ആണ് ചോദിച്ചത്. 2 പ്രോബ്ലം ചോദിച്ചിരുന്നു അല്ലെ? ഇഒക്കിയിലും PV റേഷ്യോയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈസി ടു മോഡറേറ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചില കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു മോഡറേറ്റ് ലെവൽ എന്നേ പറയാൻ പറ്റുള്ളൂ. അടുത്ത മൊഡ്യൂള് നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ 4 മാനേജ്മെന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഇന്നലത്തെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിരുന്നു. 80% സിമ്പിൾ ആയിരുന്നു, 20% മോഡറേറ്റ് ആയിരുന്നു. അപ്പോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈസി വിത്ത് സം കൺസെപ്ച്വൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അല്ലെ? ചെറിയ കൺഫ്യൂഷൻസ് വന്ന, ചെറിയ അബ്രിവേഷൻസ് ഒക്കെ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ആയിട്ട് വന്നായിരുന്നു. എന്നാലും മൊത്തത്തിൽ പറഞ്ഞ മാനേജ്മെന്റ് വളരെ ഈസി ആയിരുന്നു. അടുത്ത മൊഡ്യൂൾ 5 മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പൊ മാനേജീരിയൽ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ 50% ഈസിയും 50% മോഡറേറ്റും ആയിരുന്നു. അപ്പൊ മൊത്തത്തിൽ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് മൊഡ്യൂൾ 6 കമ്പനി ലോ. അപ്പൊ കമ്പനി ലോ നോക്കിക്കഴിഞ്ഞാൽ 80% ഈസി ആയിരുന്നു, 20% മോഡറേറ്റ് ആയിരുന്നു അല്ലെ? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. അതിനകത്ത് ലെവല് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് മെമ്മറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ? എല്ലാം വായിച്ചുകൊണ്ട് പോകുന്നവർക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് എഴുതാവുന്ന പരീക്ഷയായിരുന്നു. ഓക്കെ. അപ്പോ അടുത്ത ഇനി മൊഡ്യൂൾ 7 ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പൊ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈസി ആയിട്ട് 80% ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മോഡറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 20%. അപ്പൊ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈസിയാണ്, മോസ്റ്റ് ഈസി വിത്ത് ഫ്യൂ ട്രിക്സ് തിയറി പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ, സെക്യൂരിറ്റീസ് അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ നന്നായിട്ട് നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാമായിരുന്നു. മൊഡ്യൂൾ 8 ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്. അത് നോക്കുവാണെങ്കിൽ 20% ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉള്ളായിരുന്നു, 50% മോഡറേറ്റ് ആണ്, 30% ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള ന്യൂമറിക്കൽ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. HRA ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചോദിച്ചിരുന്നു. ലെവല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റുന്നത് മോഡറേറ്റ് ലെവലിൽ നിന്നായിരുന്നു. ഇത്തിരി മോഡറേറ്റ് ലെവൽ തന്നെ, എന്നാൽ അത്രയും ഡിഫിക്കൽട്ടും അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. വളരെ എളുപ്പമായിരുന്നു മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അപ്പൊ അവിടെ 90% ഈസിയാണ്, 10% ആണ് മോഡറേറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ? മെമ്മറി ബേസ്ഡ് ആയിരുന്നു. 10ാമത്തെ മൊഡ്യൂൾ ഓഡിറ്റിംഗ്. അപ്പൊ ഓഡിറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 50% ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, 40% മോഡറേറ്റ്, 10% ഡിഫിക്കൽട്ട് ആയിരുന്നു
അല്ലെ? അപ്പൊ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മോഡറേറ്റ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ ഈ പരീക്ഷ കഴിഞ്ഞു അല്ലെ? അപ്പൊ ബികോം ബിരുദധാരികൾക്ക് ഇനി എന്താണ് അടുത്ത വരുന്ന നോട്ടിഫിക്കേഷൻ? അതിന് ഉത്തരം എന്താണ്? നമ്മള് 15-ാം തീയതി അടുത്ത ദിവസം തന്നെ നമുക്ക് ബികോംകാർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ KFC അസിസ്റ്റന്റിന് ബികോം വിത്ത് 60% മാർക്ക് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷന് ബികോം പാസ് മതി. അപ്പൊ ബികോം പാസ് ആയവർക്ക് 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ ഏതൊക്കെ കമ്പനീസിലാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ. ഇതാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് നമ്മൾ കമ്പനി ബോർഡ് എന്നും പറഞ്ഞു തന്നെയാണ്, കമ്പനി ബോർഡ് കോർപ്പറേഷനിലാണ് വിളിക്കുന്നത്. 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇത്രയും കമ്പനികളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റിന്റെ പേര് നോക്കിയേ. അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഒക്കെയാണ്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ തന്നെയാണ്. ഏതൊക്കെ കമ്പനീസിലാണ്? കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്, then handicraft development corporation of Kerala limited, then Kerala state construction corporation limited. അപ്പൊ ഇത്രയും 2 നോട്ടിഫിക്കേഷൻ ആണ്. അപ്പം ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്കും പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്കും ഇനി വരുന്ന ഏറ്റവും മികച്ച അവസരമാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിലെ 2 നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ സിലബസ് പ്രകാരം തന്നെ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാം. കാര്യം എന്തായാലും ബികോം ബിരുദമാണ് ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പേ നടന്ന പരീക്ഷയ്ക്കും ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സിലബസ് തന്നെയായിരുന്നു. ഈ 10 മൊഡ്യൂളുള്ള സിലബസ് തന്നെയായിരുന്നു. അപ്പൊ ഇനിയും ആ സിലബസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇപ്പൊ നടന്ന KFC അസിസ്റ്റന്റിനും 10 മൊഡ്യൂളുള്ള ആ സിലബസ് തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും ഈ സിലബസ് തന്നെ ആയിരിക്കും. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വളരെ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ സിലബസ് പ്രകാരം നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ഈ സിലബസ് പ്രകാരം പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വരും. സെപ്റ്റംബർ 15-ന് അടുത്ത ദിവസം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതായത് പരീക്ഷ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നോട്ടിഫിക്കേഷൻ വരുവാണ്. അപ്പൊ നിങ്ങൾ ഈ അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കുക. ഇതിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കും ഇതിന് പെർഫോം ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത ഒരു നല്ലൊരു ഓപ്ഷൻ വേണമെന്നുള്ളവർക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോഴാ ഈ ഒരു എക്സാമിന് നമ്മൾ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോങ് ടൈം ഓൺലൈൻ ബാച്ച് ആണ്. ഇപ്പൊ ടെക്പിഎസ്സിയുടെ ആപ്പിലാണ് കോഴ്സ് അവൈലബിൾ ആകുക. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് കോഴ്സ് നയിക്കുന്നത്. ഇപ്രാവശ്യത്തെ KFCയുടെ കോഴ്സ് എടുത്തവർക്കറിയാം, ഏറ്റവും മികച്ച ക്ലാസ് ആണ് കൊടുത്തിരുന്നത്. അപ്പൊ അവർക്കൊക്കെ, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിരുന്നു പരീക്ഷ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയും അത്ര ഈസി ആകണമെങ്കിൽ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ് തന്നെ വേണം, ഏറ്റവും മികച്ച കണ്ടന്റ് വേണം. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫുൾ സിലബസിലെ ക്ലാസ്, ഫുൾ നോട്ട്സ്, ടോപ്പിക് വൈസ് പരീക്ഷ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ വരെയും ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ്, മെന്റർഷിപ്പും എല്ലാം ഉണ്ട്. അതായത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ടെക്പിഎസ്സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. ദെൻ നമുക്ക് കട്ട് ഓഫിന്റെ കാര്യം പറഞ്ഞില്ല. ഇപ്പൊ നമ്മുടെ എക്സ്പെർട്ട് ടീം ആയിട്ട് നടത്തിയ ഇന്ററാക്ഷനിൽ നമ്മുടെ സ്റ്റുഡൻസ്, ഓപ്പൺ ആയിട്ടുള്ള സ്റ്റുഡൻസ്, നമ്മുടെ കോഴ്സ് എടുക്കാത്ത ഓപ്പൺ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലുള്ള സ്റ്റുഡൻസ് അവരുടെയൊക്കെ അഭിപ്രായമൊക്കെ നോക്കി, കംപ്ലീറ്റ് പോളൊന്നും എടുത്തില്ല, അവരുടെ മൊത്തത്തിലുള്ള ഒരു പരീക്ഷ എഴുതേണ്ട ഒരു അഭിപ്രായമൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മുടെ എക്സ്പെർട്ട് ടീമൊക്കെ നോക്കി പിന്നെ ക്വസ്റ്റ്യൻ നമ്മൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തിയപ്പോൾ പ്രാവശ്യം പൊതുവെ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയായിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 66 സംതിങ് ഒക്കെ ആയിരുന്നു കട്ട് ഓഫ് വന്നത്. ഈ പ്രാവശ്യം എന്തായാലും കട്ട് ഓഫ് അതിൽ കൂടും. കാര്യം കോമ്പറ്റീഷൻ കൂടുതൽ, അതേപോലെ തന്നെ കുറെ കോച്ചിങ് സെന്റേഴ്സ് വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട്. അപ്പൊ എന്തായാലും കോമ്പറ്റീഷൻ കൂടും. കുറെ ആൾക്കാർ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ആൾക്കാർ ആസ്പിരൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും പരീക്ഷയും കൂടെ എളുപ്പമായതുകൊണ്ട് നമ്മുടെ കട്ട് ഓഫ് എന്തായാലും കൂടും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ഒരു 72-നും 75-നും ഇടയ്ക്കാണ്. ഇതില് മാറ്റങ്ങൾ വരാം, ചെറിയ മാറ്റങ്ങൾ വരാം. കാര്യം
ഇതുവരെയും പ്രൊവിഷണൽ കീ വന്നിട്ടില്ല, അതേപോലെ തന്നെ ഫൈനൽ ആൻസർ കീയും വന്നിട്ടില്ല. നമുക്ക് ഫൈനൽ ആൻസർ കീ വന്നാൽ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. കാര്യം ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ആയി പോകാം, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ നമുക്ക് എത്താൻ കഴിഞ്ഞ ഒരു നിഗമനമാണ് 72 തൊട്ട് 75 വരെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ്. അപ്പോൾ ഈ മാർക്ക് ഉള്ളവരും നിങ്ങൾ കട്ട് ഓഫ് കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ പരീക്ഷ നിങ്ങൾക്ക് വന്ന എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ട് അതിൽ വന്ന തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് അടുത്ത പരീക്ഷയിൽ വളരെ മികച്ച രീതിയിലായിട്ട് നിങ്ങൾ മുന്നേറണം. അതിന് നിങ്ങൾക്ക് വ്യക്തമായ കൃത്യമായ തയ്യാറെടുപ്പ് വേണം. അപ്പൊ അതിന് വ്യക്തമായ ദിശയിൽ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണം. അപ്പൊ അതിന് ഗൈഡൻസ് വേണം, റൈറ്റ് മെന്റർഷിപ്പ് വേണം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കണ്ടന്റ് വേണം, എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുക. കോഴ്സ് വേണ്ടവരാണെങ്കിൽ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സ് ആവശ്യമുള്ളവർക്ക്, ഏറ്റവും മികച്ച കണ്ടന്റ് വേണമെന്നുള്ളവർക്ക്, ഈ എക്സാമിന് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിനും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ വിജയത്തിന്റെ വേഗത കൂട്ടാം. ഓക്കെ, അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.